ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യൽ തുടങ്ങിയിട്ടോ. ഞാൻ മഴയില്ല എന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ഇപ്പോൾ കുറേ ദിവസമായിട്ട് സ്ഥിരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമുക്കിന്ന് മഴ കൊണ്ടൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് പെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് നല്ല കാലാവസ്ഥയൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഭയങ്കര ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു പോയി. അപ്പം നമുക്ക് സഹിക്കാവുന്ന സംഭവങ്ങളൊക്കെ ഉള്ളൂ. രാവിലെയൊക്കെ അത്ര ചൂടൊന്നുമില്ല. മറ്റേത് രാവിലെ ഒരു 6 മണി 7 മണി ആകുമ്പോഴേക്ക് തന്നെ വിയർത്തൊഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അത്ര ഫീൽ ചെയ്യണില്ല. അപ്പം അതൊക്കെ നമുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കണത്. ഒരു വെജിറ്റബിൾ കുറുമ, ഗ്രീൻ പീസും പൊട്ടറ്റോ, ക്യാരറ്റ് ഇതൊക്കെ ചേർത്തിട്ട് ഉള്ളൊരു കുറുമ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ തയ്യാറാക്കാൻ നോക്കട്ടെ. ചപ്പാത്തി മാവ് റെഡിയാക്കട്ടെ. പിന്നെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? അപ്പോൾ ഒരു വിശേഷം നിങ്ങളോട് പറയാനുണ്ട്. എൻ്റെ മൂത്ത മോൻ സിംഗപ്പൂർ ജോലി ചെയ്യായിരുന്നു എന്ന് ഞാൻ പല വീഡിയോകളിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോൻ ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. രാത്രി ഒരു 12 മണിയായിട്ടുണ്ടാവും ഇവിടെ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അവൻ്റെ അമ്മാനെ, അതായത് എൻ്റെ അനിയനെ വിളിച്ചിട്ട് എയർപോർട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോഴാണ് ഞങ്ങൾ അവനെ കാണുന്നതും അവൻ വരുന്ന കാര്യമൊക്കെ അറിയണത്. അപ്പോൾ മുൻപ് വിളിച്ചപ്പോഴൊന്നും അതിനെക്കുറിച്ച് വരുന്ന കാര്യമൊന്നും അവൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ അവൻ ചെറിയൊരു പനിയൊക്കെ വന്നപ്പോൾ അവന് പോരണം തോന്നിയതാണ്. അപ്പം അങ്ങനെ അവൻ വന്നു. അപ്പോൾ ആൾ ചെറുതായി വീക്കായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവനെ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അവൻ പറഞ്ഞു ഞാനൊന്ന് റെഡി ആവട്ടെ എന്നിട്ട് കാണിക്കാമെന്ന് പറഞ്ഞത്. റെസ്റ്റ് ഒക്കെ എടുത്തിട്ടൊന്ന് റെഡി ആവട്ടെ എന്നിട്ട് വീഡിയോയിൽ വരാം. അപ്പോൾ അതുകൊണ്ട് വന്ന വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഒരു അമ്മ മോനെ കാണുമ്പോൾ എന്തൊക്കെയാണെന്നുള്ള ആ വീഡിയോ ഒന്നും ഇപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ വീഡിയോ എടുക്കാൻ എൻ്റെ മോനും ചെറിയ മോനും ഞാനും തന്നെ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. ഉണ്ണേട്ടൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ അവർ ഉണ്ണേട്ടൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി ഉണ്ണേട്ടൻ്റെ കമ്പനിയിൽ നിന്ന് കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവർ 3 പേരുമാണ് വന്നത്. അപ്പോൾ അവൻ സിംഗപ്പൂരിൽ നിന്ന് ട്രിച്ചിയിൽ വന്നിട്ട് അവിടുന്ന് കോഴിക്കോട്ടേക്കുള്ള പ്ലെയിനിൽ അവിടെ വന്നിറങ്ങി. അവിടെ നിന്നാണ് അനിയൻ പിക്ക് ചെയ്തത്. കോഴിക്കോട്ടിൽ നിന്നാണ് അനിയൻ പിക്ക് ചെയ്തത്. അങ്ങനെയാണ് അവിടെ എത്തിയത്. അപ്പോൾ കോഴിക്കോട്ടേക്കുള്ള പ്ലെയിന് വരാൻ കുറച്ച് സമയം അവിടെ ട്രിച്ചി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒത്തിരി ടൈമും വൈകി. അങ്ങനെ രാത്രി 9 മണിയോട് അടുത്തിട്ടാണ് അവിടെ കോഴിക്കോട് പ്ലെയിൻ ഇറങ്ങിയത്. അപ്പോൾ അതിന് ശേഷം അപ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസ് തന്നാണ്. പിന്നെ അവന് ചെറുതായിട്ട് പനിയൊക്കെ ആയതുകൊണ്ട് അവന് അതിൻ്റെതായ ക്ഷീണം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മുന്നേ ഞങ്ങൾ കോൾ ചെയ്ത് സംസാരിക്കുന്ന സമയത്തൊന്നും അവൻ ചെറുതായി പനിയുള്ള കാര്യമൊന്നും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മക്കളല്ലേ, ഞങ്ങളെ വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പം പറയാതിരുന്നതിനൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, പറഞ്ഞു കഴിഞ്ഞാലും അച്ഛനമ്മയ്ക്കൊക്കെ വിഷമാവില്ല, അപ്പോൾ പിന്നെ എന്തിനാണ് പറയണത്, അതുകൊണ്ടാണ് പറയാതിരുന്നത്. അങ്ങനെയൊക്കെ ഭേദമായിട്ടുണ്ട്. എന്നാലും ഇവിടെ ഡോക്ടറെ ഒന്ന് കാണിക്കണം. അങ്ങനെ അപ്പോൾ അവൻ ഇവിടെ ഇല്ല. രാവിലെ അനിയൻ പോയപ്പോൾ അവൻ്റെ കൂടെ അങ്ങനെ എൻ്റെ വീടായ മഞ്ചേരി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അനിയനും ശനിയാഴ്ച ദുബായിലേക്ക് പോകുകയാണ്, അനിയനും വൈഫും. അപ്പോൾ അനിയനും മോനും കൂടി കണ്ടിട്ട് 4 വർഷത്തോളമായിട്ടുണ്ടാവും. കാരണം അനിയൻ വരുമ്പോൾ മോൻ ഉണ്ടാവില്ല, മോൻ വരുമ്പോൾ അനിയനും ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പോൾ അവർ രണ്ടാളും 2 ദിവസം അമ്മാവൻ്റെ കൂടെ അവൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ശനിയാഴ്ച അനിയൻ പോവുകയാണ്. അപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. ഈവനിങ്ങിലാണ് ഞാൻ വീഡിയോ എടുക്കണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലൈറ്റിൻ്റെ കുറവൊക്കെ ഉണ്ട് തോന്നുന്നു. ക്ലാരിറ്റി ഒക്കെ കുറവുണ്ട്. പകലത്തെ പോലെ അല്ലല്ലോ ഈവനിങ് ആയാൽ. ഞാനും ഉണ്ണിയേട്ടനും ചെറിയ മോനുമൊക്കെ നാളെ ഏതായാലും എൻ്റെ വീട്ടിലോട്ട് പോകും. മറ്റന്നാൾ അനിയനും വൈഫൊക്കെ ദുബായിക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ 2 ദിവസം അവിടെ മുത്തശ്ശൻ്റെയും അമ്മമ്മയുടെയും പിന്നെ മാമൻ്റെയും മാമിയുടെ ഒക്കെ കൂടെ നിന്നിട്ട് അവർ പോയതിന് ശേഷം അവൻ ഇങ്ങോട്ട് തിരിച്ചു വരും. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടാവും. അപ്പം നമ്മൾ ഈവനിങ് കിട്ടുക ചപ്പാത്തിയാണ് ഉണ്ടാക്കണത്. ചപ്പാത്തി കുറുമ ഉണ്ടാക്കാനുള്ള നോക്കട്ടെ. ഒക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം.
മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഞാൻ പിന്നെ മോൻ വന്നതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോഴത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം അപ്പോൾ സമയം 12:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അറിഞ്ഞതും അല്ലല്ലോ. പിന്നെ ഒരു മകനെ കാണുമ്പോൾ അമ്മയ്ക്കപ്പോൾ വീഡിയോ എടുക്കേണ്ട ഓർമ്മ ഒന്നുമല്ല. 1.5 വർഷം കഴിഞ്ഞ് എൻ്റെ മോനെ കാണുകയാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല എൻ്റെ മനസ്സിൽ. എൻ്റെ മോനെ കണ്ട സന്തോഷം മാത്രമാണ് എനിക്കപ്പോൾ തോന്നിയത്. അനിയൻ വന്നതിൻ്റെ വീഡിയോ എടുത്തത് അവിടെ അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തിയാണ് ആ വീഡിയോ ഒക്കെ. അപ്പോൾ ഞാൻ ചേച്ചി വരുമ്പോൾ എന്താ റിയാക്ഷൻ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അനിയത്തിയാണ് അന്ന് എടുത്തത്. അപ്പോൾ ഇവിടെ ഇപ്പം ആരും വീഡിയോ അങ്ങനെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് വന്നപ്പോഴത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്കെൻ്റെ മോനെ കണ്ട സന്തോഷത്തിൽ ഞാൻ വീഡിയോയുടെ കാര്യം ബാക്കി ഒരു കാര്യം എൻ്റെ മനസ്സിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ പനിയും കൂടെ ആയിട്ട് ആൾ ഭയങ്കര ബോഡി വീക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് മോനെ കണ്ടൊരു സന്തോഷമാണോ സങ്കടമാണോ വിഷമമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ മോൻ പറഞ്ഞു ഞാനൊന്ന് റെഡി ആവട്ടെ എന്നിട്ട് വീഡിയോയിലൊക്കെ വരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവർ പനിയൊക്കെ ഒന്ന് മാറി ആൾ ഒന്ന് ഉഷാറായതിന് ശേഷം വീഡിയോയിലൊക്കെ കാണിക്കാം. ഡോക്ടറെയൊക്കെ കണ്ടു എന്നാണ് അവൻ അവിടെ അനിയൻ്റെ കൂടെ പോയതല്ലേ വീട്ടിലേക്ക്. അപ്പം ഡോക്ടറെ കണ്ടിട്ടുണ്ട്, മരുന്നൊക്കെ ഉണ്ട്. അപ്പം ഇനി അത് കഴിച്ചുന്ന ആൾ ഭക്ഷണമൊക്കെ കഴിച്ചുന്ന ആൾ റെഡി ആവട്ടെ, അതിന് ശേഷം വീഡിയോയിലൊക്കെ കാണിക്കാം. ഇനി കുറച്ച് ദിവസം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ വീഡിയോയിലൊക്കെ വരുമല്ലോ, ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കാണിക്കുകയും ചെയ്യാം. പിന്നെ ചെറിയ മോൻ്റെ അത്ര തന്നെ ആക്റ്റീവ് ആയിട്ട് വീഡിയോയിലൊന്നും വരുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണത്. അറിയില്ല കേട്ടോ, ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയത്തൊന്നും മോൻ ഇവിടെ ഇല്ലല്ലോ. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അതിന് പോകണം. ഇവിടുന്ന് പോയിട്ട് വേണം കല്യാണത്തിന് പോവാൻ. അപ്പോൾ അവർ നേരത്തെ പോയി. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച വഴി തന്നെ അവർ പോയി. അപ്പം അങ്ങനെ അവൻ്റെ കൂടെ അപ്പം മോനും പോയതാണ്. ആയിരിക്കും കുറേ വിശേഷങ്ങളും കുറേ. ഇന്നലെ പിന്നെ അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ലല്ലോ. 4 വർഷമൊക്കെ കഴിഞ്ഞ് മാമനെ കാണുകയാണ്, മാമൻ മരുമോനെയും കാണുകയാണ്. അതുകൊണ്ട് ഇതുവരെയുള്ള വിശേഷങ്ങളുള്ളത് കേട്ടോ. അപ്പം എനിക്ക് പകൽ കുറേ ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈവനിങ്ങിൽ വീഡിയോ ആണ്. കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ലൈറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. ബാക്കിലാണ് ലൈറ്റ്. അപ്പോൾ അതിൻ്റെ ഫ്ലാഷ് അടിക്കണമുണ്ട് തോന്നുന്നു മുഖത്തേക്ക്. എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് ഈ വീഡിയോ ആവട്ടെ. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പോൾ നമ്മൾ പരത്തട്ടെ കേട്ടോ. അപ്പം ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ മഴയൊന്നും വല്ലാതെയൊന്നും പെയ്തില്ല, ചെറുതായിട്ടൊക്കെ പെയ്ത് പോയതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മതിൽ നനയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സുധി നനയ്ക്കണ മുറ്റത്തെ തിണ്ടാണ് കേട്ടോ നനച്ചുകൊണ്ടിരിക്കണേ. ഇനി പുറത്തെ മതിലൊക്കെ നനയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ മതിലിൻ്റെ റോഡിൻ്റെ ഭാഗമായി തേച്ചിട്ടുള്ളൂ. അവിടെയാണ് ഇപ്പോൾ സിമൻറ്റ് തേപ്പ് നടന്നുകൊണ്ടിരിക്കണേ. ഇനി ഉൾഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവിടെയൊക്കെ സിമൻറ്റ് തേക്കാനുണ്ട്. ചെറിയ ഓസ് പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നനയ്ക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തീരും. ഇതിങ്ങനെ പിടിച്ചു കൊടുക്കാൻ നമ്മൾ കൂടെ വേണമെന്നേ, ഒരുപാട് ദൂരം ഉണ്ടാവുന്നുണ്ട്. 2-3 പ്രാവശ്യം നനയ്ക്കലൊരു ജോലി തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ അവൻ ഷൂട്ടില്ലാതെ വീട്ടിലിരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാനാണ് കേട്ടോ സുധിക്ക് പൈപ്പൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ കുറച്ച് ദൂരം വലിച്ചു കൊണ്ടുപോകണം. അപ്പോൾ ഭയങ്കര വെയിറ്റ് ഉണ്ടാവും വെള്ളത്തിൻ്റെ ഒക്കെ കൂടെ ആയിട്ട്. അപ്പോൾ ഞാൻ അവനിങ്ങനെ പൈപ്പ് പിടിച്ചെടുക്കാൻ കൂടെ നടക്കുകയാണ്. ഇത് 3 പ്രാവശ്യം നനയ്ക്കുന്നുണ്ട്, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈവനിങ് നനയാണ് കേട്ടോ കാണിക്കുന്നത്. ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു, പക്ഷേ അത് നനയാൻ മാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നനയ്ക്കേണ്ടി വന്നത്. കുറച്ചും കൂടെ ശക്തിയായ മഴയാണെങ്കിൽ നനയ്ക്കണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം മാത്രമേ നനഞ്ഞുള്ളൂ, സൈഡും ഭാഗത്തേക്കൊന്നും നനഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഒന്നുകൂടെ നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴല്ലേ സിമൻറ്റ് ഉറപ്പുണ്ടാവുള്ളൂ.
നനയ്ക്കും തോറും ഉറപ്പ് കൂടും എന്നൊക്കെയാണ് പറയുന്നത്. ഇവരൊക്കെ പറയുന്ന പോലെ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഏകദേശമൊക്കെ നന കഴിയാനായിട്ടുണ്ട്. ഇനി പുറത്തെ മതിൽ നനയ്ക്കാൻ പോവുകയാണ്. മുറ്റത്തിൻ്റെ ഏകദേശമൊക്കെ കഴിയാറായി. മുറ്റത്തിൻ്റെ 4 വശത്തുള്ള തിണ്ടുകളാണ് കേട്ടോ ഇപ്പം നനച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുറച്ച് മെറ്റലും അവിടെ കുറച്ച് എംസാൻഡൊക്കെ ഉണ്ട്. അതൊക്കെയാണ്. ഇതൊക്കെ ഇനി കോരി ഒഴിവാക്കണം മുറ്റത്തുനിന്ന്. അപ്പം നമ്മുടെ തെച്ചിയിലൊക്കെ ധാരാളം പൂക്കളുണ്ട് കേട്ടോ. ഉണ്ടോ? അടി വരെയുള്ള കൊമ്പുകളിൽ ഫുള്ളായിട്ട് പൂക്കളുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളറുള്ളൊരു തെച്ചിയാണിത്. ഇതിൻ്റെ നല്ല റെഡുള്ളൊരു കളറും ഞാൻ അവിടെ കുഴിച്ച് ഇട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം പൂവിട്ടു. ഇനിയിപ്പോൾ അടുത്ത പൂവിനുള്ളത് നിൽക്കുന്നുണ്ട്, മൊട്ടായിട്ട് നിൽക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് സമയമായി ഞാൻ കുഴച്ച് വെച്ചിട്ട്. അപ്പോൾ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഉരുളകളാക്കി വയ്ക്കുക, പരത്തുക. ഇത്രയല്ലേ വേണ്ട. ചപ്പാത്തിയൊക്കെ പെട്ടെന്നാവും. കുറച്ചല്ലേ വേണ്ടുള്ളൂ. എല്ലാം രാത്രി അധികമൊന്നും കഴിക്കില്ല. ഓരോരുത്തരും 3 ചപ്പാത്തി അത്രയൊക്കെ തന്നെ കഴിക്കുള്ളൂ. പിന്നീടൊക്കെ കുറേ ദിവസമായിട്ട് രാത്രി ചോറുണ്ണാറില്ല. അധികം ചപ്പാത്തി തന്നെയാണ് കഴിക്കാറ്. എന്താ രാത്രിക്ക് വേണ്ട വെച്ചാൽ അതുണ്ടാക്കി കൊടുക്കും. ചിലപ്പോൾ ചോറ് മതി എന്ന് പറയാൻ കൊണ്ടാണ് ചോറ് കൊടുക്കും. അല്ലെങ്കിൽ ചപ്പാത്തി മതി എന്ന് പറയുന്ന ദിവസം ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ചപ്പാത്തി തന്നെയാണ് എന്നും കഴിക്കാറ്. സന്ധ്യാദീപം കുളത്തിലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നനയ്ക്കാനൊക്കെ പോയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വീഡിയോ എടുക്കുക ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉരുളകളാക്കൽ കഴിഞ്ഞു. ഇനി ഞാൻ പരത്തിയിട്ട് ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ കാണിക്കാം. ഇതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇന്നലെ ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ ഒരുപാട് ലേറ്റ് ആയതാണ്. ഉണ്ണേറിന് അത് കഴിഞ്ഞ് രാവിലെ ആയിരുന്നു പിന്നെ ഉണ്ണേറിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ്, ഉണ്ണേറിനെ കൂട്ടിയിട്ടാണ് അവർ കോഴിക്കോട് നിന്ന് വരുന്ന വഴിക്കാണ് ഉണ്ണേറിന് ജോലി ചെയ്യുന്ന കമ്പനി. അപ്പോൾ അവിടുന്ന് ഉണ്ണേറിനെയും കൂടി പിക്ക് ചെയ്തിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഉണ്ണേറിൻ്റെ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോവും വേണം. അപ്പോൾ ഉറക്കം വളരെ കുറവാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ 12:30 ഇവിടെ എത്തണത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 മണി ഒക്കെ ആയിട്ടാണ് പിന്നെ ഉറങ്ങാൻ കിടന്നത്. അപ്പോൾ ഉണ്ടായിരുന്നു തീരെ ഉറക്കം കിട്ടിയില്ല. ഉണ്ടായിരുന്നു രാവിലെ നേരത്തെ എണീറ്റ് രാവിലെ ജോലിക്ക് പോകും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കഴിച്ച് കിടന്നോട്ടെ. അപ്പോൾ ഞങ്ങൾ നേരത്തെ വേഗം ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നാളെ ഈവനിങ് വീട്ടിലാവും. വീട്ടിൽ തന്നെ എൻ്റെ മഞ്ചേരിയിലെ എൻ്റെ കുടുംബ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അടുത്തായിരിക്കും നാളെ. മറ്റന്നാൾ അനിയൻ പോവായതുകൊണ്ട് എല്ലാവരും പോകും. ഇനി അവർ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അനിയനും വൈഫും വരിക. അപ്പോൾ അവരുടെ കൂടെ ഒരു ദിവസം വന്നിട്ട് ഒരു ദിവസം നിന്നു. ഇനിയിപ്പോൾ പിന്നെ അവർ 1-2 ദിവസം ഇന്നലെ അനിയൻ ഇവിടെ ആയിരുന്നു കേട്ടോ. കാരണം മോനെയും കൊണ്ട് വന്നിട്ട് പിന്നെ 12:30 പോയില്ല. ഇന്ന് രാവിലെ 2 കൂടെ പോയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇവിടെ വന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ ഒരു ദിവസം ഇവിടെ നിന്നു. ഒരു സ്ഥലത്ത് അനിയൻ 2 ദിവസമായില്ലേ. ഇന്നലെയും നിന്നു. പിന്നെ അതിന് മുന്നേ വന്നപ്പോൾ അനിയനും വൈഫും കൂടെ വന്നിരുന്നത്. അപ്പോൾ അന്ന് നിന്നു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ പിന്നെ അവർ വന്നു. ഇപ്പോൾ ആകെ ഒരു മാസമേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനിടയ്ക്ക് 3-4 പ്രാവശ്യം ഇവിടെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ അപ്പോഴൊക്കെ വീഡിയോ അപ്പോൾ ആര് വരുമ്പോഴും എനിക്ക് വീഡിയോൻ്റെ ഓർമ്മ ഉണ്ടാവില്ല. അതാണ് സംഭവം. അപ്പോൾ അവരുമായിട്ടുള്ള എൻജോയ്മെൻറ്റിൽ അങ്ങനെ ഇങ്ങോട്ട് പോകും. ഇപ്പോൾ വീഡിയോ എടുക്കണമെന്നുള്ള ഒരു ഓർമ്മയും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ തറവാട്ടിൽ ഉണ്ണേട്ടൻ്റെ തറവാട്ടിലേക്കാണ് വീട്ടിലേക്ക് പോയത്. പിന്നെ വേറെ മറ്റു ബന്ധുക്കളടുത്തൊന്നും പോയിട്ടില്ല. ഉണ്ണേട്ടൻ്റെ ചേച്ചീൻ്റെ അടുത്തോ അനിയത്തിമാരുടെ അടുത്തൊന്നും പോയിട്ടില്ല. ഒക്കെ പോകും. ഏതായാലും ഇപ്പോൾ അനിയൻ ഒരു ദിവസം കൂടിയല്ലേ അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പോയത്. ഇനി ഞായറാഴ്ച തിങ്കളാഴ്ച കിടന്ന് തിരിച്ചു ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ചേച്ചിയുടെ അടുത്തും അനിയത്തിമാരുടെ അടുത്തൊക്കെ പോകും.
ഇപ്പം അച്ഛമ്മേനെയും ചെറിയച്ഛനെയും ചെറിയമ്മയും മാത്രമേ കണ്ടിട്ടുള്ളൂ. തറവാട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പം ഇനി ചപ്പാത്തി പരത്തട്ടെ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയാണ് തയ്യാറാക്കണത്. ചുട്ടെടുക്കട്ടെ. അപ്പോൾ ചപ്പാത്തി ചുടൽ കഴിഞ്ഞു. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയും കുറുമയും റെഡി ആയിട്ടുണ്ട്. പെരുംജീരകവും വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും കുറച്ച് നാളികേരവും കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ചേരുവകൾ. നല്ല ടേസ്റ്റുള്ളൊരു കുറുമ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. മറ്റു വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.